ഉദ്ഘാടന കർമ്മം ഇപ്പോൾ ദേവദാന മഹാവിഷ്ണുവിന്റെ സങ്കേതത്തിൽ ആരംഭിക്കുകയാണ്. രാമ രാമ കാരണമെല്ലാം പൂവനമാക്കിയ ജാനകി വല്ലഭനെ കാണുമ്പോൾ കണ്ണിനു തേനമൂടുന്ന അനുവാദം തന്നത്. അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് അതിയായ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ 2-3 ദിവസത്തിന് മുമ്പ് നമുക്കിവിടെ കാലാവസ്ഥയുടെ പ്രശ്നം വന്നപ്പോൾ പ്രസംഗത്തിലൂടെ കിടക്കുകയാണ്. ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് അജികുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പറാണ്. രാമായണ മാസാചരണം എല്ലാ വർഷവും നമ്മൾ ഓരോ ഗ്രൂപ്പിലെ ഓരോ ദേവസ്വങ്ങളിലാണ് നടത്തപ്പെടുന്നത്. 48 ക്ഷേത്രങ്ങളുടെ രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ ബഹുമാനായ ദേവസ്വം ബോർഡ് അംഗം ആദരണീയായ അഡ്വക്കേറ്റ് അജികുമാർ അദ്ദേഹത്തെ ഏറ്റവും വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവരും ഉച്ചത്തിൽ നാമം ജപിക്കാവുന്നതാണ്.
അവിടെ മഹാഭാരതവും വരുന്ന തലമുറകൾ മനസ്സിരുത്തി പഠിക്കുന്നുണ്ടോ, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. ഇല്ലെന്നാണ് എന്റെ പക്ഷം. നിങ്ങൾക്ക് തർക്കിക്കാം, ഞാൻ ഇതൊക്കെയും എന്നോട് തർക്കിച്ചാൽ, പക്ഷെ പഠിക്കുന്നില്ല. പണ്ടൊക്കെ തമാശക്ക് പറയുമായിരുന്നു, രാമായണം മൊത്തം പണ്ഡിത ശ്രേഷ്ഠന്മാർ ഏകാചാര്യന്മാർ പറഞ്ഞതിന് അവസാനം ചോദിക്കൂ, സീതരാമന്റെ ആരാ, അയ്യരാണോ അന്യരാണോ? തമാശക്ക് പറയുന്നത് വെച്ചാൽ മനസ്സിരുത്തി പഠിക്കുന്നില്ല. മനസ്സിരുത്തി പഠിച്ചാൽ ഇന്ന് ഈ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. അല്ലാതൊന്നും അവിടെ ഇല്ല. ഒട്ടേറെ കാര്യം നമുക്ക് പഠിക്കാൻ പറ്റും. സ്വന്തം പിതാവിന്റെ വാക്ക് പാലിക്കേണ്ടത് പുത്രന്റെ കടമയാണെന്ന് രാമൻ തിരിച്ചറിയുന്നു. ഇന്നത്തെ കുഞ്ഞുങ്ങളോ, എല്ലാവരും ഞാൻ പറയുന്നില്ല, അച്ഛൻ മകൻ ഇങ്ങോട്ട് പോകാൻ പറയുമ്പോൾ താൻ അങ്ങോട്ട് പോകണമെന്ന് പറയുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഈ ഭാഗത്തെ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയും അനുഭവപ്പെട്ടെന്ന് ഞാൻ പറയുകയാണ്. അപ്പൊ ഒരു അച്ഛന്റെ വാക്കുകളെ ശിരസാവഹിക്കാൻ ഒരു മകന് ധാർമ്മികമായ ബാധ്യതയുണ്ടെന്ന് രാമായണത്തിലൂടെ രാമനിലൂടെ തെളിയിക്കുകയാണ്. അതൊരു വലിയ ഉദാഹരണമല്ലേ? അതിനേക്കാൾ ശ്രേഷ്ഠമെന്താ, എനിക്ക് നിങ്ങൾക്കുള്ള പ്രശ്നമെന്താ, നമുക്ക് ചെറിയ വിഷമമുണ്ടായാൽ വലിയ സങ്കടം, അല്പസന്തോഷമുണ്ടായാൽ അത്യാഹ്ലാദം പാടില്ല. ഞാൻ എന്നോട് പറയുന്നു, നമുക്ക് ഒരുമിച്ച് പറയണം. 14 വർഷം വനവാസത്തിന് പോകാൻ പറയുന്നു. കുട്ടിക്ക് രാജാവായി അഭിഷേകം ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി. ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മളുടെ തിരുവിതാംകൂർ എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടിയുള്ള ഉപഹാരം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു. ഇനി മറ്റുള്ള വിശിഷ്ടാതിഥികൾക്കും ഇപ്പോൾ ഉപഹാരം സമർപ്പിക്കുന്നതാണ്. അതിന്റെ വിശദാംശങ്ങൾ പ്രിയപ്പെട്ട ശ്രീ അടുത്തതായി നാരായണ സമിതിയുടെ സംസ്ഥാന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രവുമായി അടുത്തതായി നമ്മുടെ ക്ഷേത്രത്തിലെ മുൻ സബ്ഗ്രൂപ്പ് അടുത്തത് നമ്മുടെ ഗോപീഷ സാർ കൂടാതെ ക്ഷേത്ര കമ്മിറ്റിയുടെയും കാര്യമായ പരിശ്രമങ്ങൾ, ഭക്തജനങ്ങളുടെ കയ്യിലേക്കുള്ള സഹായം, ഇതെല്ലാം ചേർന്നുകൊണ്ട് നല്ല നിലയിലേക്കും നല്ല നിലവാരത്തിലേക്കും നല്ലൊരു വളരെ വലിയൊരു മാറ്റത്തിലേക്ക് ഈ ക്ഷേത്രത്തെയും ക്ഷേത്രാംഗത്തെയും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടു. തീർച്ചയായും അത് ഏറ്റവും അനുഗ്രഹപ്രദമായ കാര്യമാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് പറയുകയുണ്ടായി. അക്കാര്യങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും വലിയ പരിഗണന ലഭിക്കുന്നു. പലപ്പോഴും പല ക്ഷേത്രങ്ങളിൽ ചെറിയ തുകയൊക്കെയാണ് കിട്ടാറുള്ളത്. ഒരുപാട് ജനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു ജനപ്രതിയാണ്. ഇവിടെ മല്ലൂർ പ്രകാശ് പറഞ്ഞതുപോലെ മല്ലൂർ ക്ഷേത്രം മുതൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്. ഇപ്പോൾ സമയ ദിവസങ്ങളിൽ കീഴൂർ ക്ഷേത്രത്തിൽ, അവിടെ മാന്നാർ ക്ഷേത്രത്തിലൊക്കെയുള്ള ആവശ്യങ്ങൾ അവര് ഉന്നയിക്കുമ്പോൾ കാര്യമായ തുക കിട്ടുന്നില്ല എന്നതുകൊണ്ട്. പക്ഷെ ഇപ്പോൾ 1.25 കോടി രൂപയോളം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റേതായി കിട്ടിയെന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദേവസ്ഥാനം ക്ഷേത്രത്തോട് ഉപഹാരം അഡ്വക്കേറ്റ് എ അജികുമാർ അവർ ബഹുമാനപ്പെട്ട MLA സമർപ്പിക്കുന്നു. വാക്കുകൾ ചുരുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം, ആ സംസ്കാരവുമായി ബന്ധപ്പെട്ട് രാമായണം അല്ലെ, വിവിധ രാജ്യങ്ങളിൽ രാമായണ പ്രചാരണം നടത്തുന്നു. ആദിവാസി മേഖലകളിൽ തന്നെ വർഷങ്ങൾക്ക് മുന്നേ രാമായണ കഥകളെ ആസ്പദമാക്കിയാണ് ദേവസ്വം ബോർഡ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. എന്നാലും ബഹുമാനായ ആരാധ്യനായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 1251 ക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രത്തെ, ഈ ദേവസ്ഥാനം ക്ഷേത്രത്തെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു പുരോഗമനാത്മകമായ ഒരു ചിന്താഗതി ഉണ്ടെന്നും ആ ചിന്താഗതി എല്ലാ ക്ഷേത്രങ്ങളെയും സാമ്പത്തികപരമായി കാണാതെ തന്നെ ആ ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിലിരിക്കുന്ന മൂർത്തിയുടെ ആ മൂർത്തി ഏറ്റവും കൂടുതൽ ജീവിത തത്വങ്ങളും ഈ ക്ഷേത്രത്തിൽ ഗുരുകാരണന്മാരുടെയും വിശിഷ്യ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെയും മാത്രമല്ല എനിക്ക് ജന്മം തന്ന 10 മാസം മുമ്പ് വീട്ടുവളർത്തിയ എന്റെ പെറ്റമ്മച്ചിയുടെയും അനുഗ്രഹം കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഓരോ
തുറന്നു. ഹേ ബ്രഹ്മദേവ വന്ദനം, പരമേശ്വര പ്രഭു അവിടത്തേക്കും വന്ദനം. എന്തേ ഭൂമി